ശ്രീ അഡ്വക്കേറ്റ് കെ ഹരിദാസ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ശ്രീ കെ ഹരിദാസ്, ഇത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വളരെ ശക്തമായിട്ട് എടുക്കും എന്നുകൂടിയാണ് CPM-ന്റെ MLA പറയുന്നത്. അത് സർക്കാരിന്റെ ഭാഷ്യമാണ്. സർക്കാർ ഈ വിഷയത്തിനകത്തൊരു നിലപാടെടുത്തിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡുമായി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. മാധ്യമങ്ങൾ വഴി ഈ മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം പുറത്തു വരുന്ന ഈ തരത്തിലുള്ള ആദ്യത്തെ സംഭവമാണ്. ഇതിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ പുറത്തേക്ക് വരുന്ന ആദ്യത്തെ സംഭവമാണ്. അതായത് കഴിഞ്ഞ സമയങ്ങളിൽ നിന്ന് വ്യത്യാസമായി അങ്ങനെ ഒരു തുല്യതയില്ലായ്മ ഉണ്ടാവുകയില്ല അയ്യപ്പന്റെ മുന്നിലെത്തുമ്പോൾ എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും എന്നുള്ളൊരു നിലപാട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ശബരിമല അയ്യപ്പ സ്വാമിയുടെ മുമ്പില് എല്ലാരും തുല്യരാണ്. അവിടെ പണ്ഡിതരില്ല, പാമരില്ല, പണക്കാരില്ല, പാവപ്പെട്ടവരില്ല, എല്ലാരും തുല്യരാ. അവരെല്ലാം ശബരിമല ചെല്ലുമ്പോൾ അറിയപ്പെടുന്നത് അയ്യപ്പനായിട്ടാണ്. ഭഗവാനും അയ്യപ്പൻ, ഭക്തനും അയ്യപ്പൻ. അപ്പൊ അവിടെ ഒരു വലിയ സമത്വമാണ്, സ്ഥിതി സമത്വമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും അവിടെ തുല്യരാണ്. അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതിനപ്പുറത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആൾക്കാരൊക്കെ വരുമ്പോ അവിടെ ഈ പറയുന്ന സംവിധാനങ്ങൾ ചെയ്തിട്ടില്ലേ? ആലോചിച്ച് നോക്കണം. മുൻപോട്ടുള്ള കാലങ്ങളിലൊക്കെ എത്രയോ പേർക്ക്, അത് ഗായകരാകട്ടെ, സിനിമ സെലിബ്രിറ്റികളാകട്ടെ, ഇനി ഹൈക്കോടതി ജഡ്ജിമാരാകട്ടെ, സുപ്രീം കോടതി ജഡ്ജിമാരാകട്ടെ, ഇവർക്കെല്ലാം ചില പരിഗണന അവിടെ കൊടുക്കാറുണ്ട്. കാരണം അത് പ്രത്യേകിച്ച് അവരുടെ സുരക്ഷ, മറ്റു കാര്യങ്ങള് എല്ലാം പരിഗണിച്ചിട്ട് അവരും ഭക്തരാണ്, അവരെ തൊഴിപ്പിച്ചും വിടണം. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നല്ല. എല്ലാവരും അവിടെ തുല്യരാണ്. അവിടെ എല്ലാവർക്കും തൊഴാനുള്ള അവകാശം ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അവിടെ തൊഴാൻ പറ്റുന്നുണ്ടോ? ഇത്രയും 41 ദിവസം വ്രതം നോറ്റ് കെട്ടുമുറുക്കി അവിടെ ചെന്ന് ക്യൂ നിന്ന് 18-ാം പടി കയറി അവിടെ ചെന്ന് തൊഴുമ്പോൾ ഒരു നിമിഷം പോലും ചിലപ്പോൾ അവിടെ നിന്ന് 2 കൈയും കൂപ്പി തൊഴാൻ പോലും അവിടെ അവസരം കിട്ടാറില്ല. അപ്പോഴത്തേക്ക് നമ്മളെ തള്ളി മാറ്റും. അതൊരു സ്ഥിതി സമത്വമാണോ? എന്തുകൊണ്ട് അവിടെ എത്തുന്ന അയ്യപ്പനൊക്കെ എല്ലാം ഒന്ന് തൊഴാൻ, കലിയുഗ വരുന്നതിനായ അയ്യപ്പസ്വാമിയെ കണ്ട് ഒന്ന് തൊഴാൻ ഉള്ള അവസരം ഇതുവരെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആരും മടങ്ങി പോകേണ്ട സാഹചര്യമില്ല എന്നാണ് നേരത്തെ CPM MLA പറഞ്ഞത്. അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. എങ്ങനെ എന്ത് മുഖവില? അങ്ങനെയൊക്കെയാണോ അവിടെ സംഭവിക്കുന്നത്? എത്രയോ പേര് കഴിഞ്ഞ പ്രാവശ്യം ഇരുമുടിക്കുട്ടം പന്തളത്ത് എറിഞ്ഞിട്ട് പോയി, ഇനി മേല ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു പോയ എത്രയോ അയ്യപ്പന്മാരുണ്ട്. ഇതൊന്നും നിങ്ങൾ ആരും കണ്ടില്ലേ? ഈ മണ്ഡലകാലത്തിലും അത്തരം കാഴ്ചകളുണ്ടോ? ഈ മണ്ഡലകാലത്തിലും ഉണ്ടോ അത്തരം കാഴ്ചകൾ? അല്ല, ഇതുവരെ ഉണ്ടായില്ല. ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയാണുള്ളത്. അങ്ങനെ ഉണ്ടാകരുത്. എല്ലാരും വരണം, എല്ലാരും അവിടെ നിന്ന് തൊഴണം. ആർക്കും അവിടെ നിന്ന് തൊഴാൻ പറ്റാതെ തിരികെ പോകരുത്. അങ്ങനല്ലേ ഒരു തീർത്ഥാടനം? നമ്മളിപ്പോ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്കൊന്നും കൃത്യമായിട്ട് അപ്പോൾ സർക്കാർ നിർദ്ദേശങ്ങളും ദേവസ്വം ബോർഡും അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ദിവസം 20 ദിവസം കഴിഞ്ഞിട്ടും അത്തരം ഒരു കാഴ്ച വന്നിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവം ഇതാണ്. താങ്കൾ തന്നെ പറയുന്നു, VIP-കളുടെ സുരക്ഷ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകരുതെന്ന് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചില സംവിധാനങ്ങൾ അത് അങ്ങനെ അല്ലാത്ത രീതിയിലാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോ ദിലീപാകണമെന്നില്ല, മറ്റേതെങ്കിലും ഒരു സിനിമാ താരമാണെങ്കിൽ, മന്ത്രിയാകണമെങ്കിൽ, ജഡ്ജി ആണെങ്കിൽ ഒക്കെ. അതല്ലാതെ സാധാരണക്കാർക്ക് തിരിച്ചു പോകേണ്ടതായി വരുന്നില്ല. കൃത്യമായ കാര്യങ്ങൾ സർക്കാർ അവിടെ ഉറപ്പാക്കുന്നു, ദേവസ്വം ബോർഡ് ഉറപ്പാക്കുന്നു. അത് അംഗീകരിക്കുന്നില്ല? അല്ല, അത് നല്ലത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകണം. സർക്കാർ അങ്ങനെ ഉറപ്പുവരുത്തണം. അത് സർക്കാരിന്റെ ചുമതലയാണ്. ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ അത് ഭംഗി തന്നെ, അത് അങ്ങോട്ട് തുടർന്നു പോട്ടെ. മണ്ഡലവിളക്ക് കഴിയുമ്പോഴും മകരവിളക്ക് കഴിയുമ്പോഴും ഇത് തന്നെ ഉണ്ടാകണം. ഇതാണ് നമ്മുടെ ആവശ്യം. അത് സർക്കാർ ചെയ്യുമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നിന്നുള്ള അയ്യപ്പന്മാരാണോ അവിടെ വരുന്നത് മാത്രമാണോ?
ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ പുറത്തു നിന്ന് എത്രയോ അയ്യപ്പന്മാർ അവിടെ വരുന്നത്. അവരൊക്കെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ അവര് മേടിക്കുന്ന ഒരു 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 പേസ്റ്റ്, അവര് മേടിക്കുന്ന ഒരു ബ്രഷ്, അവര് മേടിക്കുന്ന ഒരു തോർത്ത്, അവര് കുടിക്കുന്ന ചായ, ഇതിന്റെ എല്ലാം നികുതി പണം കിട്ടുന്ന ആർക്കാ? ഈ സംസ്ഥാന ഗവൺമെന്റിനല്ലേ? ഈ ഇവിടുത്തെ KSRTC പോലും ഒരു പരിധി വരെ സംരക്ഷിക്കുന്ന തീർത്ഥാടനം ഇതല്ലേ? അപ്പോ ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ട ആരാണ്? ഒന്ന് ദേവസ്വം ബോർഡും, രണ്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമാണ്. അവരിത് ഫലപ്രദമായി ചെയ്യണമെന്ന് തന്നെ ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവരെ 10-12 മണിക്കൂറും ക്യൂവിൽ നിർത്തരുത്. അവർക്ക് വെള്ളം കിട്ടാതെ, അവർക്ക് പിന്നെ ഒരു പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാതെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവര് വരുന്നത് എന്തിനാ? അവര് ഈ കലിയുഗ വരുന്നതിനായ അയ്യപ്പസ്വാമിയെ കണ്ട് ഒന്ന് ദർശനം നടത്തി പോകാനാ. അവർക്ക് വളരെ ലളിതമായ ആവശ്യങ്ങളല്ലേ ഉള്ളൂ. അവർക്ക് കുടിക്കാനും കുളിക്കാനും ശുദ്ധജലം, അവർക്കൊന്ന് പ്രാഥമിക ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യം. അഡ്വക്കേറ്റ് ഹരിദാസ്, ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് അത്തരം നല്ല കാര്യങ്ങളായിട്ട് നടക്കട്ടെ എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ ഈ VIP പരിഗണന സംബന്ധിച്ചിടത്തോളം അത് പരിപൂർണമായിട്ട് തടയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് താങ്കളും കരുതുന്നില്ല അല്ല? അങ്ങനെ ഒരു നിലപാടില്ല. കാരണം ഞാൻ ചോദിട്ടെ, ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം മാത്രമൊന്നുമല്ല. നാളെ വേറെ ഒരു VIP വന്നാൽ അവര് തൊഴിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടോ? പറയൂ. നാളെ ഏതെങ്കിലും ഇതിനേക്കാൾ വലിയ, ഇപ്പൊ അതേ ഒരു സിനിമ നടന്ന ഒരു സെലിബ്രിറ്റി, അതിനപ്പുറത്ത് ഒരു ഓഫീഷ്യൽ, ഗവൺമെന്റ് ഓഫീഷ്യൽ, ഒരു ഹയർ ഓഫീഷ്യൽ, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഒരു ഹയർ ഓഫീഷ്യൽ തൊഴിക്കാതിരിക്കാൻ പറ്റുമോ? അവരെ ഈ നോർമൽ ക്യൂവിൽ കൂടി കയറ്റിവിട്ട് തൊഴിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഒരു പരിഗണന എല്ലായിടത്തും വരുന്ന ആളുകളുടെ പരിഗണന, അവരുടെ പിന്നെ എന്താ പറയുന്നത്, അവരുടെ ഒഫീഷ്യൽ ഡിഗ്നിറ്റി, അതേപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട പരിരക്ഷ, സുരക്ഷ, ഇതെല്ലാം നോക്കിയിട്ടല്ലേ പറ്റൂ. അല്ലാതെ എല്ലാം കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചില സർട്ടൻ സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്തേ പറ്റൂ. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്നുണ്ട്, ഇവിടെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാരെയും അങ്ങ് VIP ആക്കി തൊഴിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ ചില പർട്ടിക്കുലർ പേഴ്സൺസ് അവർക്ക് കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളിൽ അത് കൊടുക്കേണ്ടി വരും. രാഷ്ട്രീയ അല്ലെങ്കിൽ മത സംഘടനകളുടെ നിലപാട് ഇത് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഹൈക്കോടതി ഈ പറയുന്ന കാര്യം എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട് ഇതിനകത്ത്. നേരത്തെ